നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിലേക്ക് സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏകാധിപത്യപരമായ വ്യാപാര നയങ്ങളുടെ മേളിൽ അമേരിക്കൻ സുപ്രീം കോടതി തന്നെ മാരകമായ ഒരു പ്രഹരമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ലോട്ടറിയുമാണ്. എന്താണ് ഈ സുപ്രീം കോടതി വിധി? ട്രംപിന് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടാൻ പോകുന്നത്? ഈ വിധി അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കും? ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയെ ഈ വിധി എങ്ങനെ സ്വാധീനിക്കും? ഇന്ത്യ US വ്യാപാര കരാറുകളുടെ ഭാവി എന്ത്? ഇതിനെല്ലാം വ്യക്തവും കൃത്യവും ആഴത്തിലുള്ളതുമായ ഒരു ഉത്തരം ഗ്ലോബൽ റിപ്പോർട്ടുകളുടെയും വിദഗ്ധാഭിപ്രായങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കാനായിട്ട് പോവുകയാണ്. അമേരിക്കൻ സുപ്രീം കോടതി 6-3 എന്ന ഭൂരിപക്ഷത്തിലാണ് ചരിത്രപരമായി വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് വ്യക്തമാക്കിയത് ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവേഴ്സ് ആക്ട്, അതായത് IEEPA 1977 എന്ന നിയമം ദുരുപയോഗം ചെയ്തിട്ടാണ് ട്രംപ് ലോകരാജ്യങ്ങൾക്ക് മേളിൽ അന്യായമായി ഇറക്കുമതി തീരുവകൾ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് എന്ന്. യഥാർത്ഥത്തിൽ ഒരു ദേശീയ അടിയന്തരാവസ്ഥ അമേരിക്കയിൽ നിലനിൽക്കുന്നില്ല എന്നും അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നികുതി ചുമത്താനായിട്ട് പ്രസിഡന്റ് ട്രംപിന് അധികാരമില്ല എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഭരണഘടനാപരമായിട്ട് നികുതികൾ ചുമത്താനുള്ള അധികാരം അമേരിക്കൻ പാർലമെന്റായ US കോൺഗ്രസിനാണ്. ഇതിലൂടെ ഇന്ത്യക്ക് മേലുണ്ടായിരുന്ന 18% ഇറക്കുമതി തീരുവ ഉൾപ്പെടെ ലോകരാജ്യങ്ങളുടെ മേളിൽ ട്രംപ് ചുമത്തിയ ഭൂരിഭാഗം തീരുവകളും നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയയുടെ പെൻ വാർട്ടൺ ബജറ്റ് മോഡൽ കണക്കാക്കുന്നത് ഏകദേശം $179 ബില്യൺ, അതായത് 1.4 ലക്ഷം കോടി രൂപയിലധികം അമേരിക്കൻ സർക്കാർ ഇറക്കുമതിക്കാർക്കും കമ്പനികൾക്കും തിരികെ നൽകേണ്ടി വരുമെന്നാണ്. വലിയ സാമ്പത്തിക കടത്തിൽ മുങ്ങി നിൽക്കുന്ന അമേരിക്കയ്ക്ക് ഇത് താങ്ങാവുന്നതിലും അപ്പുറമാണ്. അതുപോലെ തന്നെ അമേരിക്കൻ വാണിജ്യ ചരിത്രത്തിൽ 15 വർഷത്തിൻ്റെ ഇടയിലെ ഏറ്റവും വലിയ തകർച്ചയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. വാഷിംഗ്ടൺ പോസ്റ്റും S&P ഗ്ലോബൽ മാർക്കറ്റ് ഇൻ്റലിജൻസും എല്ലാം നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 2025 മാത്രം 717 വൻകിട അമേരിക്കൻ കമ്പനികളാണ് പാപ്പരത്വത്തിനായിട്ട്, അതായത് ബാങ്ക്രപ്സി ചാപ്റ്റർ 11 വേണ്ടിയിട്ട് അപേക്ഷ നൽകിയത്. അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റവും സപ്ലൈ ചെയിൻ തകർന്നതുമാണ് ഇതിൻ്റെ കാരണം. നേരത്തെ മുതൽ തന്നെ ട്രംപിൻ്റെ നയങ്ങളെ ആഗോള സാമ്പത്തിക വിദഗ്ധർ വളരെ രൂക്ഷമായിട്ടാണ് വിമർശിച്ചിട്ടുള്ളത്. IMFന്റെ തലപ്പത്തിരുന്ന ഗീതാ ഗോപിനാഥ് തന്നെ 6 മാസത്തെ വിലയിരുത്തലിന് ശേഷം വ്യക്തമാക്കിയത് ഈ താരിഫുകൾ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് യാതൊരു പ്രയോജനവും ചെയ്തില്ല എന്നാണ്. സർക്കാർ വരുമാനം കൂട്ടിയെന്നുണ്ടെങ്കിലും അതിൻ്റെ പൂർണ്ണമായ ഭാരം അമേരിക്കൻ ഉപഭോക്താക്കളാണ് സഹിച്ചത്. അമേരിക്കയിൽ പണപ്പെരുപ്പം കുത്തനെ വർദ്ധിച്ചു. അമേരിക്കയുടെ വ്യാപാര കമ്മിയൊട്ട് കുറഞ്ഞതുമില്ല, ഉൽപ്പാദനം വർദ്ധിച്ചതുമില്ല. ട്രംപിൻ്റെ നയങ്ങളുടെ സ്കോർ നെഗറ്റീവ് ആണെന്ന് അവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സുപ്രസിദ്ധ അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധനായിട്ടുള്ള റിച്ചാർഡ് വോൾഫ് പറഞ്ഞിരിക്കുന്നത് ലെബനൻ പോലെയുള്ള ഒരു ചെറിയ രാജ്യത്തെ കൈകാര്യം ചെയ്യുന്നത് പോലെ അല്ല ഇന്ത്യയെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് അദ്ദേഹം ട്രംപിന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യക്ക് മേലെ സമ്മർദ്ദം ചെലുത്തുന്നത് ബ്രിക്സ് പോലെയുള്ള ബദൽ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്താനും അമേരിക്കൻ ഡോളറിൻ്റെ ആധിപത്യം തകരാനും മാത്രമേ ഉപകരിക്കൂ എന്ന് അദ്ദേഹം നേരത്തെ തന്നെ വിലയിരുത്തിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ വേറെ പല സാമ്പത്തിക വിദഗ്ധരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് അമേരിക്കയുടെ വ്യാപാര കമ്മി കുറയ്ക്കുകയായിരുന്നു ലക്ഷ്യമെന്നുണ്ടെങ്കിൽ ട്രംപ് ലക്ഷ്യം വയ്ക്കേണ്ടിയിരുന്നത് ചൈനയായിരുന്നു. എന്നാൽ ഇന്ത്യക്ക് നേരെ തിരിഞ്ഞത് ട്രംപിൻ്റെ വ്യക്തിപരമായ അഹങ്കാരം കൊണ്ടാണെന്നും പലരും വിലയിരുത്തിയിട്ടുണ്ട്. ഈ സുപ്രീം കോടതി വിധി ഇന്ത്യക്ക് ഏറ്റവും വലിയ ആശ്വാസം നൽകുന്നത് ഊർജ്ജ മേഖലയിലാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുടെ പേരിൽ അമേരിക്ക ഇന്ത്യയെ നിരന്തരം വേട്ടയാടാൻ ശ്രമിക്കുകയായിരുന്നു. റഷ്യ യുക്രൈൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അമേരിക്ക റഷ്യൻ എണ്ണ കമ്പനികളായിട്ടുള്ള റോസ്നെറ്റ്, ലൂക്കോയിൽ എന്നിവയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ലോകത്ത് റഷ്യൻ എണ്ണ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന 2ാമത്തെ രാജ്യമായിട്ടുള്ള ഇന്ത്യയെ, അതായത് ഇന്ത്യയുടെ മൊത്തം ഇറക്കുമതിയുടെ 35% റഷ്യയിൽ നിന്നായിരുന്നു. ഇത് വിലക്കാനായിട്ടാണ് ട്രംപ് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇതിനായിട്ട് ട്രംപ് ഉപയോഗിച്ച ആയുധമായിരുന്നു IEEPA നിയമപ്രകാരമുള്ള 50% അധിക തീരുവ. റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ 50% നികുതി ചുമത്തുമെന്നായിരുന്നു ട്രംപിൻ്റെ ഭീഷണി. എന്നാൽ ഇപ്പോൾ സുപ്രീം കോടതി താരിഫ് റദ്ദാക്കിയതോടെ ഇന്ത്യക്ക് മേളിൽ സമ്മർദ്ദം ചെലുത്താൻ ട്രംപ് ഉപയോഗിച്ച ഏറ്റവും വലിയ ആയുധമാണ് ഇല്ലാതെയായിരിക്കുന്നത്.
ട്രംപിൻ്റെ ഭീഷണികൾക്കും സമ്മർദ്ദങ്ങൾക്കും വഴങ്ങി ഇതിനോടകം വ്യാപാര കരാറുകളിൽ പൂർണ്ണമായിട്ടും ഒപ്പുവെച്ച രാജ്യങ്ങളുടെ അവസ്ഥ ഇപ്പോൾ വളരെ പരിതാപകരമാണ്. ദക്ഷിണ കൊറിയ പോലെയുള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ വലിയ ആശയക്കുഴപ്പമാണ് നിലനിൽക്കുന്നത്. തങ്ങൾ പേടിച്ചൊപ്പിട്ട കരാർ ഇനി നിലനിൽക്കുമോ എന്നറിയാതെ ഈ രാജ്യങ്ങൾ കടുത്ത അനിശ്ചിതത്വത്തിലുമാണ്. പക്ഷേ ഇന്ത്യയുടെ അവസ്ഥ ഇതിൽ നിന്നും വിഭിന്നമാണ്. കാരണം ഇന്ത്യ വളരെ നയതന്ത്രപരമായിട്ടാണ് അമേരിക്കൻ സമ്മർദ്ദങ്ങളെ നേരിട്ടത്. ഇന്ത്യ അമേരിക്കയുമായിട്ട് ഒരു അന്തിമ വ്യാപാര കരാറിൽ ഇതുവരെ ഒപ്പിട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു ഇടക്കാല കരാറിൻ്റെ, അതായത് ഇൻ്ററിം ട്രേഡ് അഗ്രിമെൻറ്റിൻ്റെ രൂപരേഖ മാത്രമാണ് നമ്മൾ തയ്യാറാക്കിയത്. റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്താമെന്ന് നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ടില്ല. $500 ബില്യൺ അമേരിക്കൻ ഊർജവും സാങ്കേതിക വിദ്യയും 5 കൊല്ലം കൊണ്ട് വാങ്ങാൻ ശ്രമിക്കാമെന്നുമാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ സുപ്രീം കോടതി വിധി വന്നതോടുകൂടി ട്രംപിൻ്റെ താരിഫ് ഭീഷണി പൂർണ്ണമായിട്ടും ഇല്ലാതെയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യാതൊരുവിധ അന്യായമായ വ്യവസ്ഥകളും അംഗീകരിക്കാനായിട്ട് ഇന്ത്യ ഇനി ബാധ്യസ്ഥരല്ല. വരാനിരിക്കുന്ന ചർച്ചകളിൽ ഇന്ത്യക്ക് അതിശക്തമായ മേൽക്കൈ ലഭിക്കുകയും ചെയ്യും. ഈ താരിഫിൻ്റെ പേരും പറഞ്ഞ് കഴിഞ്ഞ കുറേ നാളായിട്ട് ഇന്ത്യൻ സർക്കാരും പ്രതിപക്ഷവും തമ്മിൽ ഭയങ്കര അടിയായിരുന്നു. പാർലമെൻറ്റ് പോലും സ്തംഭിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത്. ഇന്ത്യൻ സർക്കാരിനെതിരെ പ്രതിപക്ഷം നിരന്തരം ഉന്നയിച്ച ഒരു പ്രധാന ആരോപണം ട്രംപിൻ്റെ ഭീഷണികൾക്ക് മുമ്പിൽ ഇന്ത്യ മുട്ടുമടക്കി നമ്മുടെ വ്യാപാര താൽപ്പര്യങ്ങൾ അമേരിക്കയ്ക്ക് അടിയറവ് വെച്ചു, റഷ്യൻ ബന്ധം തകർന്നു എന്നൊക്കെയായിരുന്നു. അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഉടനടി പ്രതികരിക്കുന്നതിനേക്കാളും പ്രധാനമാണ് നയതന്ത്രപരമായ കാത്തിരിപ്പ്, അതായത് ഒരു സ്ട്രാറ്റജിക് പേഷ്യൻസ്. അമേരിക്കയുമായിട്ട് വലിയൊരു വ്യാപാര യുദ്ധത്തിന് പോയാൽ അത് ഇന്ത്യയുടെ IT, ഫാർമ, ടെക്സ്റ്റൈൽ മേഖലകളെ തകർക്കുമായിരുന്നു. പകരം അമേരിക്കയിലെ ആഭ്യന്തര രാഷ്ട്രീയവും അവിടെ വരാനിരിക്കുന്ന നിയമപോരാട്ടങ്ങളും മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇന്ത്യ വളരെ ബുദ്ധിപൂർവ്വം നടത്തിയ കാത്തിരിപ്പാണ് ഇപ്പോൾ വിജയം കണ്ടിരിക്കുന്നത്. എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കാതെ ശരിയായ സമയത്തിനായിട്ട് കാത്തിരുന്ന നയതന്ത്രജ്ഞരുടെ മികവാണ് എടുത്തു പറയേണ്ടത്. നമ്മുടെ പീയൂഷ് ഗോയലിൻ്റെ ഒരു സ്ട്രാറ്റജി തന്നെയാണ് ഇവിടെ പ്രശംസിക്കപ്പെടേണ്ടത്. ജിയോ പൊളിറ്റിക്സിൽ ദേശീയ താൽപ്പര്യങ്ങൾക്കാണ് പ്രഥമ പരിഗണന നൽകേണ്ടത്, അല്ലാതെ ആഭ്യന്തര രാഷ്ട്രീയ ആരോപണങ്ങൾക്കല്ല. അപ്പോൾ കാതലായ ഒരു ചോദ്യം വരും, ട്രംപിൻ്റെ മുമ്പിൽ ഇനിയുള്ള വഴികൾ എന്തൊക്കെയാണ്, ട്രംപ് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടാൻ സാധ്യതയുള്ളതെന്ന്. സുപ്രീം കോടതി വിധി വന്നപ്പോൾ ഇത് തികച്ചും അപമാനകരമാണ്, അബ്സല്യൂട്ട് ഡിസ്ഗ്രേസ് എന്നാണ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത്. എന്നാൽ തനിക്ക് വ്യക്തമായൊരു പ്ലാൻ ബി ഉണ്ടെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. ദേശീയ അടിയന്തരാവസ്ഥയെ അടിസ്ഥാനമാക്കിയുള്ള IEEPA നിയമം കോടതി റദ്ദാക്കിയെന്നുണ്ടെങ്കിലും അമേരിക്കൻ വ്യാപാര നിയമങ്ങളിൽ പ്രസിഡന്റിന് ഏകപക്ഷീയമായിട്ട് അധികാരം നൽകുന്ന മറ്റ് ചില പഴുതുകൾ ഇപ്പോഴുമുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമതായിട്ട് സെക്ഷൻ 232 ഓഫ് ദ ട്രേഡ് എക്സ്പാൻഷൻ ആക്ട് ഓഫ് 1962 ദേശീയ സുരക്ഷയെ, അതായത് നാഷണൽ സെക്യൂരിറ്റി മുൻനിർത്തി ഇറക്കുമതി നിയന്ത്രിക്കാനോ നികുതി ചുമത്താനോ പ്രസിഡന്റിന് അധികാരം നൽകുന്ന നിയമമാണ് ഇത്. തന്നെ ആദ്യ ഊഴത്തിൽ സ്റ്റീൽ, അലുമിനിയം എന്നിവയ്ക്ക് മേളിൽ നികുതി ചുമത്താനായിട്ട് ട്രംപ് ഉപയോഗിച്ചത് ഇതേ നിയമമാണ്. ഈ വകുപ്പ് ഉപയോഗിച്ച് കൂടുതൽ ഉൽപ്പന്നങ്ങൾക്ക് മേളിൽ അദ്ദേഹം വീണ്ടും താരിഫ് കൊണ്ടുവരാൻ ശ്രമിക്കാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ സുപ്രീം കോടതിയുടെ പുതിയ വിധിയുടെ പശ്ചാത്തലത്തിൽ യഥാർത്ഥത്തിൽ എന്ത് സുരക്ഷാ ഭീഷണിയാണ് ഉള്ളത് എന്ന് ട്രംപ് ഭരണകൂടം കോടതിയിൽ തെളിയിക്കേണ്ടതായിട്ട് വരും. രണ്ടാമതായിട്ട് സെക്ഷൻ 122 ഓഫ് ദ ട്രേഡ് ആക്ട് ഓഫ് 1974 അമേരിക്കയുടെ വ്യാപാര കമ്മിയും ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പ്രശ്നങ്ങളും അതിരൂക്ഷമാണെന്ന് ചൂണ്ടിക്കാണിച്ച് അടിയന്തരമായിട്ട് പരമാവധി 15% ആഗോള താരിഫ്, അതായത് സർചാർജ് ചുമത്താനായിട്ട് ഈ നിയമം പ്രസിഡന്റിനെ അനുവദിക്കുന്നുണ്ട്. എന്നാൽ ശ്രദ്ധിക്കേണ്ടത് ഇത് പരമാവധി 150 ദിവസത്തേക്ക് മാത്രമേ നിലനിൽക്കുള്ളൂ എന്നുള്ളതാണ്. കാലാവധി നീട്ടണമെന്നുണ്ടെങ്കിൽ US കോൺഗ്രസിൻ്റെ, അതായത് പാർലമെൻറ്റിൻ്റെ അംഗീകാരം നിർബന്ധമാണ്. മൂന്നാമതായിട്ട് സെക്ഷൻ 338 ഓഫ് ദി താരിഫ് ആക്ട് 1930 അമേരിക്കൻ ഉൽപ്പന്നങ്ങളോട് വിവേചനം കാണിക്കുന്ന രാജ്യങ്ങൾക്ക് മേളിൽ 50% വരെ അധിക താരിഫ് ചുമത്താനും ആവശ്യമെങ്കിൽ ആ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി പൂർണ്ണമായിട്ട് നിരോധിക്കാനും പ്രസിഡന്റിന് അധികാരം നൽകുന്ന പഴയ ഒരു നിയമമാണിത്. അമേരിക്കയുടെ ഒരു ന്യൂക്ലിയർ ഓപ്ഷൻ എന്നാണ് സാമ്പത്തിക വിദഗ്ധർ ഇതിനെ വിളിക്കുന്നത്. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ശേഷം കാര്യമായിട്ട് ഉപയോഗിക്കപ്പെടാത്ത ഈ നിയമം ട്രംപ് പ്രയോഗിച്ചാൽ ഉടനടി അത് കോടതികളിൽ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും. നാലാമതായിട്ട് സെക്ഷൻ 301 ഓഫ് ദി ട്രേഡ് ആക്ട് ഓഫ് 1974 വിദേശ രാജ്യങ്ങളുടെ അന്യായമായ വ്യാപാര നയങ്ങൾക്കും വാണിജ്യ താൽപ്പര്യങ്ങൾക്കുമെതിരെ, അതായത് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസിനെതിരെ പ്രതികാരം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന നിയമമാണ് ഇത്. ചൈനയ്ക്കെതിരെ ചരിത്രപരമായ വ്യാപാര യുദ്ധം ആരംഭിക്കാനായിട്ട്
ട്രംപ് പ്രധാനമായിട്ടും ഉപയോഗിച്ചത് ഇതേ സെക്ഷൻ 301 ആയിരുന്നു. ഇന്ത്യയുടെ IT മേഖലയും മറ്റുൽപ്പന്നങ്ങളെയും ലക്ഷ്യം വയ്ക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഭാവിയിൽ ഈ വാളെടുക്കാനും സാധ്യതയുണ്ട്. അടുത്ത ഓപ്ഷനാണ് കോൺഗ്രസ് വഴിയുള്ള നിയമനിർമ്മാണം. അതായത് US കോൺഗ്രസിനെ സമീപിച്ച് പുതിയ നികുതികൾ പാസാക്കാം. പക്ഷേ ഡെമോക്രാറ്റുകളുടെയും ട്രംപ് വിരുദ്ധരായ റിപ്പബ്ലിക്കൻ അംഗങ്ങളുടെയും കടുത്ത എതിർപ്പുള്ളത് കൊണ്ട് ഇത് നടപ്പിലാക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ചുരുക്കത്തിൽ സുപ്രീം കോടതി വിധി ഒരു വമ്പൻ തിരിച്ചടിയാണെന്നുണ്ടെങ്കിലും ട്രംപിൻ്റെ ആവനാഴിയിലെ അസ്ത്രങ്ങളൊന്നും പൂർണ്ണമായിട്ടും തീർന്നിട്ടില്ല. നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് അദ്ദേഹം വീണ്ടും വരും. എന്നാൽ ഈ പുതിയ നിയമങ്ങൾ പ്രയോഗിച്ചാലും നീണ്ട നിയമ പോരാട്ടങ്ങൾ അമേരിക്കയിൽ വീണ്ടും അരങ്ങേറുമെന്നുള്ളത് 100% ഉറപ്പാണ്. ലോകത്തെ മുഴുവൻ ഭയപ്പെടുത്തി വരുതിയിലാക്കാമെന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ അഹങ്കാരത്തിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ സുപ്രീം കോടതി വിധി. ക്ഷമയോടെയും നയതന്ത്ര പക്വതയോടെയും കരുക്കൾ നീക്കിയ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സുവർണ അവസരമാണ്. ഊർജ്ജ സുരക്ഷയുടെ കാര്യത്തിലായാലും വ്യാപാര കരാറുകളുടെ കാര്യത്തിലായാലും ഇന്ത്യയുടെ വിലപേശൽ ശേഷി വരും നാളുകളിൽ കുത്തനെ വർദ്ധിക്കും എന്നുള്ളതും ഉറപ്പാണ്. ലോകക്രമം ഒരു രാജ്യത്തിൻ്റെ മാത്രം താളത്തിനൊത്ത് തുള്ളാനുള്ളതല്ല എന്ന് അമേരിക്കൻ കോടതി തന്നെ അടിവരയിട്ട് ഉറപ്പിച്ചിട്ടുമുണ്ട്. സുഹൃത്തുക്കളെ, ഈ ആഴത്തിലുള്ള വിശകലനം നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു മികച്ച വിഷയമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.